പെർഫോമൻസ് കോഷ്യൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചില പിള്ളേർ ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, വാ തുറന്ന പോട്ടത്തെറ്റാ. അതിനാ ചെറൂഷ് മിഷിലിങ്ങിൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ക്യാമ്പ്, അതിന് കൊണ്ടേ വിടണം. ബുദ്ധിമുട്ടുണ്ട്. അതിന് അറിയിപ്പ് കൊടുക്കണം. ഇന്ന് വന്ന് നന്നായി, പ്രയോജനപ്പെട്ടു. ഒരു വിശ്വാസ പരിശീലകൻ എന്ന നിലയിൽ എനിക്ക് ഈ ക്ലാസ് അല്ല, ഈ മീറ്റിംഗ് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നവരെന്ന് കൈയെഴുതിക്കുകയും കൈതാത്തിക്കോ PQ. ഇനി ഞാൻ ടെസ്റ്റ് ചെയ്യും. അടുത്ത ഞായറാഴ്ച തൊട്ട് ഞാൻ അച്ഛനോട് ചോദിക്കും, അച്ഛാ ഇത്രയും കോൺഫറൻസ് ഒക്കെ വെച്ചിട്ട് ക്ലാസ് റൂമൊക്കെ ജീവനുള്ളതായോ? ആണെന്ന് അച്ഛൻ പറയുവാണെങ്കിൽ ഞാൻ പറയും നല്ലതാ. നന്നായിട്ട് പിള്ളേർ പറയണം, കൊള്ളാലോ ഞങ്ങളുടെ ടീച്ചർ നല്ല സ്മാർട്ടാ. ആ സ്മാർട്ട്നെസ്സിൻ്റെ ബാക്കിയാ DQ, ഡിജിറ്റൽ കോഷ്യൻ. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ എത്ര പേരുണ്ട്? മരിയ കുര്യത്തി പുണ്യവതിയുടെ ജീവചരിത്രം മൊബൈലിലെങ്കിലും കൊണ്ടുപോയി ക്ലാസ് റൂമിൽ കാണിച്ചിട്ടുള്ളവർ കൈ ഉയർത്തിക്കേ. കൈ പൊക്കിയവരെ അനുമോദിക്കുന്നു. DQ. എത്ര പേരുണ്ട് ലാപ്ടോപ്പ് എങ്കിലും ഉപയോഗിച്ച് ക്ലാസ്സിൽ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ പിള്ളേരെ വേദപാഠവുമായി ബന്ധിപ്പിച്ച് കണക്ട് ചെയ്തിട്ടുള്ളവർ കൈ ഉയർത്തിക്കേ. എന്നിട്ടാ വേദപാഠ പുസ്തകം മോശം അത് പറയുന്നത്. വേദപാഠ പുസ്തകം മോശമല്ല. വേദപാഠ പുസ്തകം മോശം എന്ന് പറയുന്നവർ വേദപാഠ പുസ്തകം വായിച്ചിട്ടില്ല. അപ്ഡേഷൻ ആവശ്യമാണ്. വേദപാഠ പുസ്തകത്തിന് അപ്ഡേഷൻ വേണം. അതിപ്പം ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഓരോ ദിവസവും പുസ്തകം അടിക്കാൻ പറ്റുമോ സാറേ? എന്നാൽ നമുക്ക് ഓരോ ആഴ്ചയിൽ അപ്ഡേറ്റ് ചെയ്യാൻ മേലെ. നമ്മളൊന്നും അപ്ഡേറ്റ് ചെയ്യാത്ത കുഴപ്പമുള്ളൂ. DQ. മൊബൈൽ ഉണ്ടായിട്ടും ആ മൊബൈലിലെ ഒരു വീഡിയോ കാണിക്കാൻ പറ്റുന്നില്ല എങ്കിൽ വേർ ഈസ് അവർ DQ? അടുത്തതാണ് AQ, അഡ്വേഴ്സിറ്റി കോഷ്യൻ. എല്ലാ കാലത്തും സഭ പ്രതിസന്ധിയെ നേരിടും. എല്ലാ കാലവും. പണ്ട് എണ്ണയ്ക്കകത്തോട്ട് ഇടുമായിരുന്നു. ഇപ്പം അത്രയില്ലല്ലോ, സോഷ്യൽ മീഡിയയിലുള്ള തെറിയല്ലേ ഉള്ളൂ. AQ, അഡ്വേഴ്സിറ്റി കോഷ്യൻ. പിള്ളേർക്ക് നമ്മളെക്കാളും ബോധമുണ്ട്, നമ്മളെ വിറ്റ കാശുണ്ട്. അതിനങ്ങനെ, അതിനിങ്ങനെ, ആ സിസ്റ്ററിൻ്റെ അങ്ങനെ, ആ അച്ഛനെന്നെ അങ്ങനെ. പിന്നെ സാറിൻ്റെ വൺ സൈഡ് മാത്രം പറഞ്ഞിട്ട് പോകുന്നേ അല്ല. ആ ഫ്രണ്ടിൽ ഇരുന്ന സിസ്റ്ററിനെ ചൂണ്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ടീച്ചറിൻ്റെ സ്വഭാവത്തിൻ്റെ 85% അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാ. ബാക്കി എവിടെ പോയിട്ട് നന്നാക്കാനാ? വിളിച്ചാൽ ചെല്ലണ്ടേ? അനുസരണം എന്നൊക്കെ പറയുന്നത് കുത്തിവെക്കാൻ പറ്റുമോ? കിട്ടേണ്ടതെന്ന് കിട്ടണം. അഡ്വേഴ്സിറ്റി കോഷ്യൻ. ഇപ്പം എന്നാന്നറിയാവോ? മാതൃക കാണിക്കേണ്ടവർ ദുർമാതൃക കാണിക്കുക. AQ, അഡ്വേഴ്സിറ്റി കോഷ്യൻ. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനുള്ള ശേഷി വയനാടിലെ മേപ്പാടിയിലെ ആളുകൾക്കുണ്ടല്ലോ. വെള്ളം ഒലിച്ചു പോയിട്ട് പ്രതിരോധിക്കാനുള്ളൊരു ശേഷിയുണ്ട്. AQ, അഡ്വേഴ്സിറ്റി കോഷ്യൻ. ഒഴുക്കിനനുസരിച്ച് ഒഴുകാനാണ് എളുപ്പമുണ്ട് സിസ്റ്ററെ. എനിക്കും വീട്ടിലിരിക്കാനാണ് നല്ലത്. രാത്രി വണ്ടി കയറി ഇവിടെ വരണ്ടേ? AQ, അഡ്വേഴ്സിറ്റി കോഷ്യൻ. അടുത്തതാ RQ, റിലേഷൻഷിപ്പ് കോഷ്യൻ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഭാഷയിൽ വൈദികരും സിസ്റ്റേഴ്സും ആത്മായരും ഒരുപോലെ വളരണം, എങ്കിലേ സഭ വളരുകയുള്ളൂ. ഇപ്പോഴത്തെ പണി വിശ്വാസ പരിശീലനം. അതിപ്പോഴത്തെ ഉപകരണം വെച്ച് നമുക്ക് ചെയ്യണം. 3 steps to existing change. മാറ്റം അനിവാര്യമാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ പിള്ളേർ സ്വർഗത്തിൽ പോകണം. എല്ലാവരുടെയും ആഗ്രഹമുണ്ട് വേദപാഠം നന്നാവണം. എല്ലാവരുടെയും ആഗ്രഹമുണ്ട് തലശ്ശേരി അതിരൂപത എല്ലാത്തിനും മികച്ചതാവണം. ഒന്ന്, റേസ് യുവർ സ്റ്റാൻഡേർഡ്. പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോരാ. റേസ് യുവർ സ്റ്റാൻഡേർഡ്. 24/7 കാറ്റഗിസം ടീച്ചർ. പാടാ കേട്ടോ, ജീവിച്ച് കാണിക്കണം. അത് സ്റ്റാഫ് റൂമിലായാലും അല്ലാതെ കേട്ടോ. സ്കൂളിലെ സ്റ്റാഫ് റൂമും വേദപാഠ സ്റ്റാഫ് റൂമും തമ്മിൽ വ്യത്യാസമില്ല. ഒരു വ്യത്യാസമേ ഉള്ളൂ. സ്കൂളിൽ പോയാൽ ശമ്പളം കിട്ടും, ഇവിടെയാണെങ്കിൽ ബോളി കിട്ടും. തിങ്കൾ തൊട്ട് വെള്ളിയാഴ്ച വരെ പഠിപ്പിക്കുന്നതിന് എനിക്ക് സാലറി കിട്ടും. ഞായറാഴ്ച പഠിപ്പിക്കാൻ വന്നതിനല്ലേ ഇതിന് സംതൃപ്തി കിട്ടും. ക്യാൻ യു ഫോളോ മീ? എക്കണോമിക്സിൽ റാങ്ക് മേടിച്ച് എനിക്കറിയാം പണമല്ല എല്ലാം. പണമല്ല എല്ലാം. 3 കുഞ്ഞുങ്ങൾ, 6, 4, 1.5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന നല്ലൊരു പെങ്കുച്ചൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. എൻ്റെ ഭാര്യ
ആ കൊച്ച് ഫോൺ കോൾ വിളിക്കുമ്പോൾ പറയും, ദൈവം വിളിച്ചതാ. എത്രയോ 3 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. അലക്സിനെ വിളിച്ചെങ്കിൽ പോണം, ഞാൻ സപ്പോർട്ട് ചെയ്തോളാം. ആ കൊച്ചിനും അപ്പനും അമ്മയുണ്ട്. ആ കൊച്ചിനെ വളർത്തിയപ്പോൾ നന്നായിട്ട് വളർത്തിയത് കൊണ്ടാണ് ഞാൻ എന്നിട്ട് ഇത്രയും മെനയായിട്ടിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് രാത്രി നാളെ 2 മണിക്കാണ് ചെല്ലുള്ളൂ. 2 മണിക്ക് ചെല്ലുമ്പോൾ വാതിലൊക്കെ ഇങ്ങനെ തള്ളി തുറന്നിട്ട്, ഇതിയാ വന്നോ, എന്നാ കയറിക്കോ പോട്ടെ എന്നും പറഞ്ഞ് വാതിൽ വലിയ ശക്തിയിൽ കുറ്റിയടിച്ചാൽ ഞാൻ പിന്നെ അച്ഛൻ വിളിക്കുമ്പം പറയും, അച്ഛാ സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ വരുന്നില്ല. പറയാൻ പറ്റിയല്ലോ, നമ്മളങ്ങനെ മലർന്നു കിടന്ന് തുപ്പരുതല്ലോ. 73 അച്ഛന്മാരുണ്ടായിരുന്നു കല്യാണത്തിന്. അവർ ഞാൻ കെട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി വന്നതാണ്. ആ കല്യാണം നടത്തിയ അച്ഛന്മാരുടെ ആഗ്രഹം ഇന്നു മുതൽ മരണം വരെ ജീവിക്കണമെന്നാണ്. കല്യാണം കഴിഞ്ഞിട്ട് മൊബൈൽ ചോദിച്ചപ്പം കൊടുക്കാത്തതിന് ഡിവോഴ്സ് ചെയ്തോളാമെന്ന് പറയുന്നൊരു തലമുറയാണ്. കല്യാണം എന്തിനാ, കൂടെ താമസിച്ചാ പോരെ, കല്യാണം കഴിക്കാം, മക്കളൊന്നും വേണ്ട എന്നൊക്കെ പറയുന്ന ട്രെൻഡിൻ്റെ മുന്നിൽ ചേഞ്ച് യുവർ ലിമിറ്റഡ് ബിലീഫ്. കൊടുക്കണം വേദപാഠം, കൊടുക്കണം വൃത്തിയായിട്ട്, കൊടുക്കണം ജീവനോടെ, കൊടുക്കണം ഈശോയെ. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. മൂന്നാമത്തേതാ, ചേഞ്ച് യുവർ സ്ട്രാറ്റജി. ഒന്ന് കണ്ണടച്ചിട്ട് ചിന്തിച്ച്, വേറെ ആം സ്റ്റാൻഡിങ്. ഞാൻ എവിടെയാ മാറേണ്ടേ? ഞാൻ ഈശോയാണ് കൊടുക്കുന്നത്. എൻ്റെ വേദപാഠ ക്ലാസ്സൊക്കെ ജീവനുണ്ടോ? ഞാൻ വിശുദ്ധ കുർബാനയിൽ എങ്ങനെയാ പങ്കെടുക്കുന്നേ? ഞാൻ സമയത്ത് വരാറുണ്ടോ? ഞാൻ 24/7 കാറ്റഗിസം ടീച്ചറാണോ? ഞാൻ അഭിനയിക്കുകയാണോ? വാട്ട് ഈസ് മൈ എയിം? ജീസസ്, JESUS. എങ്ങനെയാ ഉറക്കെ വായിച്ചേ? J ഫോർ ജോയ്, സന്തോഷം ഉണ്ടാവും. ഈശോ ഒത്തിരി പേരുടെ കരച്ചിൽ മാറ്റി സന്തോഷമാക്കി. അതുകൊണ്ടാണ് കുരിശെ തറച്ച്. ബാക്കിയുള്ളവർക്ക് അസ്വസ്ഥതയായി. ഇവിടെ ഉണ്ടാവും, മാങ്ങായുള്ള മാവിന് ടേറുണ്ടാവും. ഏതെങ്കിലും നല്ലത് ചെയ്താൽ ഏർ ഉറപ്പാ. ദാറ്റ് ഈസ് നാച്ചുറല്ലോ. സന്തോഷമുണ്ടോ? വേദപാഠം പഠിപ്പിക്കുന്ന ഇഷ്ടമാണോ? സന്യാസം ഇഷ്ടമാണെങ്കിൽ പിന്നെ പ്രശ്നമുണ്ട്. എൻ്റെ ചേച്ചി ഇഷ്ടപ്പെട്ട് സന്യാസത്തിന് പോയതാ. ഇപ്പൊ ആ തണുപ്പത്ത് പഞ്ചാബില് അവര് സഭ പറയുന്ന ഡ്യൂട്ടി ചെയ്യുമ്പോൾ സന്തോഷമാണ്, സംതൃപ്തിയാ. ഇഷ്ടത്തോടെ വന്നോണ്ടാ ടീച്ചറെ വാച്ചേ നോക്കാത്തെ, ഇഷ്ടത്തോടെ വന്നോണ്ടാ വായിക്കോട്ടെ വിടാത്തെ, ഇഷ്ടം കൊണ്ട് വന്നോണ്ടാ തല ചൊറിയാത്തെ. ദിസ് ഈസ് മൈ ഡ്യൂട്ടി. അല്ലേ തീർന്നു പോകേണ്ടതാ. 135 കിലോമീറ്റർ സ്പീഡിൽ തലയുടെ മുകളിൽ കൂടെ വണ്ടി കയറിപ്പോയിട്ട് ഈ ഇവിടെ നിപ്പുണ്ടെങ്കിൽ ദൈവത്തിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് അടിക്കാം. പിന്നെ ആര് നോക്കിയാലും ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആര് നോക്കിയാലും നടക്കുകയില്ല. J ഫോർ ജോയ്, E ഫോർ എനർജറ്റിക്. ഞാൻ വേദപാഠം കൊടുക്കുന്നത് ജീവനോടെയാണോ ചത്തേ ചതഞ്ഞേ എന്നുള്ള രീതിയിലാണോ ചിന്തിക്കാനാണ്. ഞാൻ ദൈവത്തെ കൊടുക്കുന്നത് ജീവനോടെയാണോ ചത്തേ ചതഞ്ഞോ? ഈ ചേട്ടന് പലപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിശുദ്ധ കുർബാനയിലൊക്കെ നിൽക്കുന്നത് ജീവനോടെയാണോ, കൈയും കെട്ടി നിസ്സംഗതയോടെയാണോ? നമ്മൾ കൈ കെട്ടി നിന്നാൽ കുഞ്ഞുങ്ങളും അങ്ങനെ എനിക്കുള്ളൂ. ഞാൻ എൻ്റെ വീട്ടിൽ 2 ഈർക്കിളി വെച്ചിട്ടുണ്ട്. 2 നിർദ്ദേശം എൻ്റെ വീട്ടിലുള്ളൂ. 1, ഒരു സാധനവും വലിച്ചെറിയരുത്. 2, കുരിശ് വരയ്ക്കുമ്പോൾ കുഞ്ഞു കൊച്ചിനിട്ട് കിള്ളരുത്. കുഞ്ഞു കൊച്ചിനിട്ട് കിള്ളിയാൽ കുഞ്ഞു കൊച്ച് കരയും, കുരിശുവര മാറ്റിവെക്കും. വീടാണെങ്കിൽ കുരിശുവര വേണം. നമ്മൾ എത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങി വരുന്നുണ്ട്. ഉപവസിച്ചിട്ട് വേദപാഠം പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകരുണ്ട്, കൈപോകിക്ക്. ഉപവസിച്ചിട്ട് വെരി ഗുഡ്, ത്യാഗം എടുത്തിട്ട് വേദപാഠം പഠിപ്പിച്ചാൽ നല്ലതാണെന്ന് ഞാനൊരു മെസ്സേജ് എത്തുന്നേ ഉള്ളൂ. JES, സ്ട്രോങ് ആയിരിക്കണം. ക്ലാസ് കേട്ട് കഴിയുമ്പോൾ തോന്നണം കൊള്ളാലോ. പത്രോസിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ കേട്ടിരുന്നവർ പറഞ്ഞ പോലെ പറ, ഇനി ഞങ്ങൾ എന്നാ ചെയ്യണം?
നമ്മുടെ വേദപാഠ ക്ലാസ് കഴിയുമ്പം പിള്ളേർ ഓടി രക്ഷപ്പെടുവാണോ? നമ്മുടെ പിള്ളേർ എങ്ങനെയാണ് വേദപാഠത്തിന് വരുന്നേ? വേണ്ടായിരുന്നു, എന്നതിനാണോ, പോവാ, രക്ഷപ്പെട്ടെ 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 എന്നും പറഞ്ഞ് ഓടി രക്ഷപ്പെടുവാണെങ്കിൽ നമ്മുടെ മെത്തഡോളജിയുടെയാണ് പ്രശ്നം. നമ്മുടെ മെത്തഡോളജിയുടെയാണ് പ്രശ്നം. ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെടുത്തണം. JESU. ആ സ്ട്രോങ്ങിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ. ആ സ്ട്രോങ്ങിന് വേണ്ടിയാ ഞാൻ ബൈബിളും CCCയും UCATഉം പഠിക്കണമെന്ന് പറഞ്ഞു. സ്വവർഗ വിവാഹം ചെയ്യുന്നത് കുഴപ്പമാണോ എന്ന് ചോദിക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. സിനിമയും ബാക്കി കൂട്ടുകാരും വേറെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതുക്കും മേലെ കല്യാണം കഴിക്കണം, കൂടെ താമസിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ UCAT, യുവജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വേദപാഠമുണ്ട്. UCAT വായിക്കണം. വായിച്ചില്ല എങ്കിൽ പ്രശ്നമാ. JESU യുണീക്ക് ആയിരിക്കണം. നിങ്ങളുടെ ക്ലാസ് ഒരു ചുംബനം പോലെ ആവണം. കീപ് ഇറ്റ് സ്വീറ്റ് ആൻഡ് സിമ്പിൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, JESU മനസ്സിലാക്കിയ നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതുപോലെ ആവണം. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട പോലെ ചെയ്യുക. വേദപാഠ പുസ്തകം വായിച്ച് ഇന്റേണലൈസ് ചെയ്ത് നല്ല സംഭവങ്ങളൊക്കെ മനസ്സിൽ കരുതി നന്നായിട്ട് ഡെലിവറി ചെയ്താൽ ഒരു കൊച്ചും ക്ലാസ്സിൽ ഡിസ്റ്റർബ്ഡ് ആയില്ല. പിള്ളേർക്ക് വേദപാഠം ഇഷ്ടമാണേ, പിള്ളേർക്ക് ഇഷ്ടമാ. അത് ചെയ്യേണ്ടത് ചെയ്യേണ്ട പോലെ ചെയ്യാൻ പറ്റണം. ചെയ്യുന്നില്ല എങ്കിൽ യു ആർ നോട്ട് സ്മാർട്ട്. അത് 25 കൊല്ലമായാലും 50 കൊല്ലമായാലും വെല്ലിച്ചാച്ചൻ്റെ ഉപ്പാപ്പായ പള്ളിയുടെ സ്ഥലം കൊടുത്തതെങ്കിലും സ്മാർട്ട് അല്ലെന്ന്. ചിലർ വേദപാഠം പഠിപ്പിക്കാൻ കാരണം ഞങ്ങളാണ് പള്ളിക്ക് സ്ഥലം കൊടുത്തതെന്ന് വിവരമില്ലേലും. അതല്ല വേദപാഠം പഠിപ്പിക്കാനുള്ള മാനദണ്ഡം. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. ദൈവത്തെ കൊടുക്കണ്ടേ, ദൈവത്തെ. ചിലവർ വേദപാഠ ക്ലാസ്സിൽ ദൈവത്തെ അല്ല കൊടുക്കുന്നേ, സെക്കുലറിസമാണ് കൊടുക്കുന്നേ. അത് ചീത്തയാണ്. മെഷറബിൾ. വളർത്താൻ വിളിക്കപ്പെട്ട് നമ്മൾ വളർത്തുകയാണോ തളർത്തുകയാണോ? ചെറുഷ്മമിശീലിങ്ങും തിരുബാല സഖ്യവും ബാക്കി സംഘടനകളുമൊക്കെ വളർത്താൻ വേണ്ടിയാ. വളർത്തുകയാണോ തളർത്തുകയാണോ? ഒരാൾ പറഞ്ഞതാ, ഹെഡ് മാസ്റ്റർ എന്തിനായെന്ന്. ഹെഡ് മാസ്റ്റർ ആയാലേ മരിക്കുമ്പം പിതാവ് വരുള്ളൂന്ന്. ഞാൻ പറഞ്ഞേക്കാം, ആര് മരിച്ചാലും പിതാവ് പൊക്കോളാൻ. വളർത്തുകയാണോ തളർത്തുകയാണോ? വളർത്തുകയാണോ തളർത്തുകയാണോ? ചങ്കത്ത് കൈവച്ചിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. ആ കമ്മ്യൂണിറ്റിയെ വളർത്തുകയാണോ തളർത്തുകയാണോ? ഞാൻ എൻ്റെ കോളേജിനെ വളർത്തുകയാണോ തളർത്തുകയാണോ? ഞാൻ എൻ്റെ മക്കളെ, എന്നാ വലിയ ആളാണേലും വീട്ടിൽ ചെന്നാലുണ്ടല്ലോ അപ്പനാവണം. വൈകുന്നേരം പിള്ളേരുടെ കൂടെ കളിയാണ്. ഞാൻ നാക്കും ഒത്തിരി തിരക്കൊക്കെ ഉണ്ട്. കളിയാ. ഈ കഴിഞ്ഞ ദിവസം പോരുന്നതിന് മുമ്പ് ആന കളിയായിരുന്നു. ആന രണ്ടാമത്തവൻ പറഞ്ഞു നമുക്ക് ആന കളിക്കാം. അപ്പം എന്നാണേലും 2 ദിവസത്തേക്ക് ഇല്ലല്ലോ, അപ്പം കളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ആന കളിക്കാൻ ഇങ്ങനെ നിന്നത് ഓർമ്മയുണ്ട്. 6 വയസ്സുള്ള പെണ്ണ് പുറത്ത് കയറി 1.5 വയസ്സുള്ളവൻ അടിയിൽ കിടപ്പുണ്ട്. ഇങ്ങനെ നിന്നു. ഒരു 15-20 മിനിറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ അരമണിക്കൂറിൽ കൂടുതൽ ആനയെ നിർത്തുന്നത് കുഴപ്പമാണെന്നൊരു വിധിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4.5 വയസ്സുള്ള ജോൺ ബോൾ എന്ന് അവൻ്റെ പേര് ഞാൻ മാറ്റണമെന്നാണ് ഓർക്കുന്നത്. അവൻ എന്നോട് പറയുക, അത് TV യിലെ ആന, ഇത് ഞങ്ങളുടെ അപ്പ. ഇത് ഭയങ്കര വ്യത്യാസമാണ്. കോളേജിലെ പ്രൊഫസറാണെന്നുള്ള ടൈറ്റിൽ മാറ്റി വീട്ടിലേക്ക് എത്തിയില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ മരിക്കുമ്പോൾ തലശ്ശേരി അതിരൂപതയിൽ നാൾ വരുമ്പോൾ ഉണ്ടല്ലോ നോക്കും, അലക്സാറിൻ്റെ മക്കൾ എന്തിയേ? അന്നേരം അടുത്ത് നിൽക്കുന്നവൻ പറയുക, അവരെല്ലാം ഓൺലൈനിൽ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയും വലിയ പ്രസംഗകനായിരുന്നു, പക്ഷേ അയാൾ മക്കളെ വളർത്തിയില്ല. വളർത്താൻ വിളിക്കപ്പെട്ട നമ്മൾ വളർത്തുകയാണോ തളർത്തുകയാണോ? PhD 3 PG ഉള്ള ഒരു പെങ്കൊച്ച എൻ്റെ ഭാര്യ. ആ കൊച്ച് ഇപ്പോഴത്തെ എൻ്റെ വീട്ടിലെ സാഹചര്യത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വിശുദ്ധിയിൽ വളർത്താൻ ഞങ്ങൾ 2 പേരും ഒരേപോലെ ബിസി ആവരുത്. അതുകൊണ്ട് ആ കൊച്ചെടുത്ത നല്ലൊരു തീരുമാനമാണ്
കുഞ്ഞുങ്ങൾ വലുതാകുന്നിടം വരെ ഞാൻ വീട്ടിലുണ്ടാവും. കൊടുക്കാവോ? കയ്യടി. ഞാൻ എന്തിനാ പറഞ്ഞതെന്നറിയാവോ? ആ കുഞ്ഞിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാ. ദാറ്റ് ഈസ് സ്മാർട്ട്നെസ്. സഭയിലൂടെ വളർന്നു വന്നൊരു കൊച്ച് ഇന്ന് തലശ്ശേരി അതിരൂപതയെ വിളിച്ചപ്പോൾ വന്നത് എന്നേക്കാൾ നല്ല ആൾക്കാർ എത്ര പേരുണ്ടെന്നറിയാവോ? അടുത്ത പ്രാവശ്യം അച്ഛൻ കൊണ്ടുവന്നോളും. പക്ഷെ ഞാൻ വരിക എന്ന് പറയുന്നത് എൻ്റെയും കൂടെ ഉത്തരവാദിത്തം. സഭയെ വളർത്തുക എൻ്റെയും കൂടെ ഉത്തരവാദിത്തം. ഞങ്ങളുടെ രൂപതയിൽ വന്ന് ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടെന്നേ, ഈ തലശ്ശേരിയിൽ. SMA അഫെക്ഷൻ, ഇഷ്ടം കൊണ്ടാണെങ്കിൽ മടിക്കുകയില്ല. ഓവർ പെർഫെക്ഷനിസം, പേഴ്സണാലിറ്റി ഡിസോർഡർ. Nobody is perfect. Only God Almighty is perfect. ദൈവം മാത്രമേ പെർഫെക്റ്റ് ഉള്ളൂ. ബട്ട് ഐ വാണ്ട് എക്സലൻസ്. പെർഫെക്ഷൻ ദൈവത്തിന്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ഞായറാഴ്ച അല്ലെ പ്രാർത്ഥിക്കുന്നേ. പൂർണ്ണനായിട്ടുള്ള ദൈവത്തോട് അപൂർണനായിട്ടുള്ള മനുഷ്യൻ പ്രാർത്ഥിക്കുക, ദൈവമേ. ചില മനുഷ്യരുണ്ടല്ലോ, ഐ ആം പെർഫെക്റ്റ്, ഇമ്പോസിബിൾ, ബട്ട് ഐ വാണ്ട് എക്സലൻസ്. അലക്സ് ഇവിടെ വന്നിട്ട് കഴിവിൻ്റെ പരമാവധി, അതിന് പറയുന്ന പേരാ എക്സലൻസ്. നോർത്ത് 22 കാതം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിലെ ആദ്യത്തെ ഷോട്ട് കൈ കഴുകുന്നു, വീണ്ടും കഴുകുന്നു, വീണ്ടും കഴുകുന്നു. ഓവർ പെർഫെക്ഷനിസമാണ് അവിടുത്തെ പ്രശ്നം. റിയലിസ്റ്റിക്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ഈ തലമുറയുടെ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾക്ക് ബോധം വേണം. തലയ്ക്ക് മീതെ താരഗണങ്ങൾ എണ്ണി തീർക്കാമോ? ചിന്തിച്ചു നോക്കൂ, നീയും ഞാനും അതിലും വിശിഷ്ടമോ? ചിന്തിച്ചു നോക്കിക്കേ, മൃഗത്തെക്കാളും എത്ര വലുതാ മനുഷ്യൻ. പക്ഷെ ഒരു പട്ടി വേറൊരു പട്ടിയെ കടിച്ചു കീറാറില്ല. ഇറച്ചിക്കൊതിയനായിട്ടുള്ള സിംഹം എത്ര വിശന്നാലും വേറൊരു സിംഹത്തെ കടിച്ചു തിന്നാറില്ല. പക്ഷേ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലുന്നു. അത് നാക്കുകൊണ്ടും കൊല്ലുന്നു, കത്തി കൊണ്ടും കൊല്ലുന്നു. ചിന്തിക്കാൻ. നെക്സ്റ്റ്, ട്രൂത്ത്ഫുൾ. ചങ്കത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റണം, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഈ ടീച്ചേഴ്സ് കോൺഫറൻസ് മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഈശോയെ ഞാൻ എവിടെയാണ് മാറേണ്ടേ? ഞാൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ആളാണോ? ഞാൻ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുന്ന ആളാണോ? ഞാൻ സഭയെ വളർത്തുകയാണോ? ചിലവർ 20 പിള്ളേരെ ആയിരിക്കും പഠിപ്പിക്കുന്നത്, ചിലവർ 10 പിള്ളേരെ ആയിരിക്കും, ചിലവർ 45 പിള്ളേരെ ആയിരിക്കും. എത്രയാണെങ്കിലും ഞാൻ ഓരോ ക്ലാസ്സിൻ്റെയും പ്രയോറിറ്റി അനുസരിച്ച് പഠിപ്പിക്കുന്നുണ്ടോ? സക്കേവൂസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ്, കളക്ടറായിരുന്നു. പക്ഷേ ചുങ്കക്കാരൻ, എൻ്റെ ഇംഗ്ലീഷ് വാക്കാ ചേച്ചി, കളക്ടർ. പണം ഇഷ്ടം പടി, സമാധാനമില്ല. സമാധാനം എവിടെ നിന്ന് തപ്പിച്ചെന്ന് കഴിഞ്ഞപ്പോൾ ഈശോ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അന്നാ പോയേക്കാന്ന് പറഞ്ഞു. ഈ സമാധാനം തപ്പിപ്പോക്കാണല്ലോ ഇപ്പം എല്ലായിടത്തും വണ്ടി കയറുന്നത്. സമാധാനം. കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയിൽ ഒരമ്മച്ചീനെയും കൊണ്ട് ചെന്നു. ഞാനാ കൂട്ടുപോയേ, ഈ പണിയില്ലാത്തതുകൊണ്ടേ. ചെന്ന് കഴിഞ്ഞപ്പോൾ ആശുപത്രിക്കാർ പറഞ്ഞു അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ. അന്നേരം ഉണ്ടല്ലോ, എൻ്റെ കൂടെ 3-4 പേരുണ്ടായിരുന്നു സ്ഥിരം ഇങ്ങനെ പോകുന്നത്. അവർ ഫോണും എടുത്തിട്ടില്ല, പേഴ്സും എടുത്തിട്ടില്ല. അവർക്ക് സ്ഥിരം പരിപാടിയാണ്. ഞാനിത് ആദ്യത്തെ ആയതുകൊണ്ട് എല്ലാം എടുത്തോണ്ടാണ് പോയെ. ചെന്നപ്പം പറഞ്ഞു അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞപ്പോൾ മകൻ്റെ നമ്പർ വിളിച്ചപ്പോൾ അവൻ ലണ്ടനിലാണ്. രാത്രി 1:15 അവിടുത്തെ ടൈം. ഞാൻ വിളിച്ചപ്പം പറഞ്ഞു എന്നാ ആരാ? ഞാൻ പറഞ്ഞു അമ്മ ആശുപത്രിയിലാണ്. അവൻ എന്നോട് ചോദിക്കുക അതിന് എന്നാ വേണമെന്ന്. അവനോർത്ത് എൻ്റെ അമ്മ ആശുപത്രിയിലാന്നാ. ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മ ആശുപത്രിയിലാണ്, നിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. കാരണം എല്ലാ വീട്ടിലും ഇപ്പം വണ്ടിയുണ്ട്, പട്ടിയുണ്ട്, മക്കളെല്ലാം പുറത്താ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ചെന്നു. അന്നേരം ഞാൻ പറഞ്ഞു ഡോക്ടർ അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറയുക മരിക്കുമോന്ന്. ഞാൻ പറഞ്ഞു മരിക്കുമെന്ന് എനിക്കറിയത്തില്ല, വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മകൻ എന്നോട് പറയുക സാറേ ഇപ്പം എല്ലാവരും കൂടെ പോന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അതുകൊണ്ട് മരിച്ചു കഴിയുമ്പം വന്നോളാം, അല്ല ടിക്കറ്റ് വെറുതെ ആവുമെന്ന്. അല്ല ഞാൻ ശരിയല്ലേ, ആ അമ്മയുടെ അല്ലേ മോന് 3 മാസം കഴിഞ്ഞപ്പോഴാണ് മരിച്ചേ. കാൽക്കുലേഷൻ കൃത്യമായിരുന്നു. ഇനി മരിച്ചു കഴിഞ്ഞപ്പോൾ
അറിയിച്ചേക്കാലോ എന്ന് ഓർത്തപ്പോൾ അറിയിച്ചപ്പോൾ അവൻ പറയുക, അയ്യോ സാറേ 5 പേരും കൂടെ ഒന്ന് വന്നു പോകണമെങ്കിൽ 6 മാസത്തെ സാലറി വേണം, അതുകൊണ്ട് സാറൊരു യൂട്യൂബുകാരനെ ഏൽപ്പിച്ചേക്കാൻ, ലൈവായിട്ട് കണ്ടോളാന്ന്. മരിച്ചടക്ക് ആഘോഷമായിട്ടൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം നടന്നല്ലോ. അപ്പം അപ്പൻ പറയുകയാ, നിൻ്റെ വല്യപ്പൻ തൊട്ടേ പൈസ 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 എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു, ഇപ്പം മക്കളും അങ്ങനെ കാണിക്കുന്നെന്നുള്ളെന്ന്. എനിക്കറിയില്ല, എൻ്റെ മനസ്സിലേക്ക് ആ ചിന്ത വന്നത് സമാധാനം. ചുങ്കക്കാരൻ ഈശോയെ കാണാൻ ആഗ്രഹിച്ചു. മരത്തിൻ്റെ ചോട്ടി വന്നിട്ട് ഈശോ പറഞ്ഞു, സക്കേവൂസ് കം ഡൗൺ. കാണാൻ ആഗ്രഹിച്ച ഈശോ അവൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് അരമണിക്കൂറത്തെ ഭക്ഷണം കഴിഞ്ഞപ്പോൾ പത്രസമ്മേളനത്തിൽ ചോദിച്ചു, യെസ്. അപ്പം ഇവൻ്റെ പ്രഖ്യാപനം, എൻ്റെ വീട്, എൻ്റെ എല്ലാ സ്വത്തും വിൽക്കുന്നു. എനിക്ക് സന്തോഷമായി. നമ്മുടെ വേദപാഠം പഠിക്കുന്ന പിള്ളേർക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ വില്ലിങ്സ് ടു ലേൺ, പഠിക്കണം. ഇന്ന് നിങ്ങൾ വന്നത് പഠിക്കാനാ, ചിന്തിക്കാനാ. വില്ലിങ്സ് ടു ലേൺ ഫ്രം മിസ്റ്റേക്ക്. നിങ്ങളെ കൊണ്ട് ഞാൻ കണ്ണടപ്പിച്ചത് ലേണിംഗ് ഫ്രം മിസ്റ്റേക്ക്. ചെയ്തുകൊണ്ടിരിക്കുന്ന ചില അബദ്ധം ആവർത്തിക്കരുത്. കാലും കൈയും ഉണ്ടായിട്ടും ഇരുന്ന് നിസ്സംഗതയോടെ പഠിപ്പിക്കുന്നവര് നിസ്സംഗത മാറ്റുക. ഓപ്പൺസ് ടു ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക്. വേറെ ഐ ആം സ്റ്റാൻഡിങ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വിശ്വാസ പരിശീലനം എന്തല്ല, ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള സമഗ്രമായ ഉൾപ്രവേശം നൽകുന്നതായിരിക്കണം. അതുകൊണ്ട് മോൺസിഞ്ഞോർ അച്ഛൻ പറഞ്ഞ് ജീവിതഗന്ധിയാവണം. 12 കൊല്ലത്തെ വേദപാഠത്തിന് ശേഷം കൊച്ചിന് മനസ്സിലാവണം അവൻ ഇട്ടിരുന്നത് കൊന്തയല്ല, കൊന്ത പോലത്തെ ഉണ്ടയാണെന്ന്. വീട്ടിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ഈശോയുടെ രൂപമല്ല, ആകാശവിധാനങ്ങളിലെ ചിത്രങ്ങളാണ്. വിശ്വാസ പരിശീലനം ഈശോയിലുള്ള വിശ്വാസത്തിൻ്റെ ആഴപ്പെടല. അതല്ലാതെ ചിലവര് ഇന്ന് ചെയ്തു തീർക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, വായിച്ചു തീർക്കുന്നേ. വിശ്വാസ പരിശീലനം അടുത്ത ഞായറാഴ്ച മുതൽ നിങ്ങൾ ഇപ്പോഴിങ്ങനെയാ ചെയ്യുന്നേ, എനിക്കറിയാം. ഇനി അല്ല എങ്കിൽ ഒന്ന് മിശിഹ കേന്ദ്രീകൃതമായിരിക്കണം. ദ സെന്റർ പോയിന്റ് ഈസ് ജീസസ്. അതുകൊണ്ടാ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ഇല്ലാതെ വേദപാഠം ഇല്ല. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിട്ട് വേദപാഠത്തിന് മാത്രം വരാൻ ഒരാളും ശ്രമിക്കരുത്. കുർബാനയ്ക്ക് താമസിച്ചു വന്നിട്ട് പിള്ളേരോട് നേരത്തെ വരാൻ ഒരധ്യാപകരും പറയരുത്. പറഞ്ഞാൽ ദുർമാതൃകയാണ്. കുർബാന പുസ്തകം കയ്യിലെടുത്ത് ഉറക്കെ പാട്ടുപാടിയാൽ ഞാൻ പറയും യു ആർ എ മെസ്സേജ്. 2 സവാത്മകം. അവിന്ത്യ കർദിനാളോ മേജർ ആർച്ച് ബിഷപ്പോ അവിന്ത്യ ആർച്ച് ബിഷപ്പോ ഇടവക വികാരിയച്ഛനോ പറയുന്നതിൻ്റെ തുടർച്ചയാ വേദപാഠ അധ്യാപകർ പറയണ്ടേ. ഞങ്ങളുടെയൊക്കെ അഭിമാനമാ, ഞങ്ങളുടെയൊക്കെ ആവേശമാ അവിന്ത്യ പാമ്പ്ലാനി പിതാവ്. ഏത് കാര്യത്തെക്കുറിച്ചും എവിടെയും നന്നായിട്ട് ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. കളറങ്ങാട്ട് പിതാവ് ആഴത്തിൽ പഠിച്ച് കൃത്യബോധ്യം മക്കളിൽ തരിക. പാമ്പ്ലാനി പിതാവും കളറങ്ങാട്ട് പിതാവും ഒക്കെ നമ്മുടെ മുന്നിലുള്ള വലിയ സ്തൂപങ്ങളാണ്. ഏത് ചോദ്യം ചോദിച്ചാലും തിയോളജിക്കൽ, സവാത്മകം, ദൈവശാസ്ത്രപരമായിട്ടുള്ള ഉത്തരം. അതിനാ യുക്യാറ്റ്, അതിനാ CCC, അല്ലാതെ തോന്നിവാസമല്ല പഠിപ്പിക്കണ്ടേ. കുന്നോത്തെന്ന് പറയുന്ന മേജർ സെമിനാരി ഇരിക്കുന്ന സ്ഥലത്താണ് ഞാൻ പ്രസംഗിക്കുന്നേ. ഞാൻ ഇന്നലെ മുഴുവൻ രാത്രി പ്രാർത്ഥിച്ചപ്പോൾ ഇത് മാത്രമാണ് കുന്നോത്ത് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം, ഇടം. അവിടെ ഇരുന്ന് നമുക്ക് ചിന്തിക്കണം, എൻ്റെ വേദപാഠം സവാത്മകമാണോ? ഏതെല്ലാം ഗ്രൂപ്പിലാണ് ഞാൻ ഉള്ളേ? ഏതെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഞാൻ ഉള്ളേ? ഏതെല്ലാമാണ് ഞാൻ ഷെയർ ചെയ്യുന്നേ? ഞാൻ ഒന്ന് കണ്ടു കഴിയുമ്പോഴേ ഓട്ടോമാറ്റിക്കലി ആരും അറിയാതെ ഷെയർ ചെയ്യുന്നുണ്ടോ? എന്നിട്ട് കാണുമ്പോൾ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൂന്നാമത്തേത് ആരാധനയിൽ അധിഷ്ഠിതം. വിശ്വാസ ജീവിതത്തിൻ്റെ പ്രകടനമാണ്
ആരാധന. ഞാൻ നിങ്ങളെ കൊണ്ട് ഒച്ചയെ പ്രാർത്ഥിപ്പിച്ചതും പാടിച്ചതും ഉണ്ടല്ലോ, ചെയ്യണം. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, പ്രാർത്ഥിക്കാൻ സമയമില്ല. ഭയങ്കര ബിസി എല്ലാവരും. കുരിശ് വരയ്ക്കുമ്പോഴും ഫോണെ നോക്കിയാ മെസ്സേജ് വരുന്നുണ്ടോ നോക്കിയാ അടിക്കുന്നത്. 4, ആധ്യാത്മിക ഉണർവ്. ആധ്യാത്മിക ഉണർവ്. ഒന്നി പഠിക്കുന്ന കൊച്ചിൻ്റെ ആധ്യാത്മിക ഉണർവ് കൂടണം. ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും എന്നുള്ളതാ 12ാം ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ പേര്. കാരണം ബോൾ തട്ടി കാളയിലോട്ട് കൊടുക്കുക, കൊച്ചാ കളിക്കേണ്ടേ. ജീവിതഗന്ധിയായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് പറ്റണം. വിശ്വാസ വിഷയങ്ങളെ എല്ലാം കോർത്തിണങ്ങണം. അപ്പം നല്ല ഡിസ്കഷൻ വരട്ടെ, നല്ല ഡിസ്കഷൻ. സാറേ അതെന്നെ അങ്ങനെ, സാറേ ഇതെന്നെ ഇങ്ങനെ, ആ അച്ഛനെന്നെ അങ്ങനെ, ആ സിസ്റ്ററിനെ അങ്ങനെ, ആ വേദോടം പഠിപ്പിക്കുന്ന ആളെക്കുറിച്ച് അങ്ങനെ. അവിടെ നല്ല ബോധ്യം കൊടുക്കണം. പിള്ളേരുടെ കൺഫ്യൂഷൻ മാറ്റി കൺവിക്ഷൻ ആക്കണം. ആമയുടെ മോഹൻ്റെയും കഥയിൽ ആമ ജയിക്കാൻ കാരണം സെൽഫ് എഫിക്കസി. മോയിൽ തോക്കാൻ കാരണം ഐ ക്യാൻ ടേക്ക് എ ലിറ്റിൽ റെസ്റ്റ്. ഓ പിന്നെ പിള്ളേരല്ല ഇങ്ങനെയാ, ഞാൻ എന്നാ ചെയ്യാനാ? ഈ മിനിമത്തെ നിന്ന് മാക്സിമത്തിലേക്ക് എത്താൻ പറ്റട്ടെ. തിങ്ക് വെൽ, ഫീൽ വെൽ, ഡു വെൽ. ഒരു ശ്വാസകോശം മാത്രം വർക്കിംഗ് ഉള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതാ, നല്ലത് ചിന്തിക്കുക. അയച്ചേ തിങ്ക് വെൽ, ഫീൽ വെൽ, ഡു വെൽ. എന്ത് ചെയ്താലും വൃത്തിയായിട്ട് ചെയ്യണം. നല്ലത് ചിന്തിച്ചേ, നല്ല ചിന്ത നല്ല വാക്കിലേക്ക്, നല്ല വാക്ക് നല്ല പ്രവൃത്തിയിലേക്ക്, നല്ല പ്രവൃത്തി നല്ല ജീവിതത്തിലേക്ക്. അങ്ങനെയുള്ളവരല്ലേ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്നവർ. മാർപ്പാപ്പ ഈ പറഞ്ഞത് എന്തിനാ? തിങ്ക് വെൽ, ഫീൽ വെൽ, ഡു വെൽ. ഫീൽ വെൽ. മരിച്ചു കഴിയുമ്പം ഈ അടുത്തിരിക്കുന്നവരും എൻ്റെ കൂടെ സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ളൊരു കയ്യുയർത്തിക്ക്. ഫീൽ വെൽ. കേട്ടാത്തേക്ക് അതിനനുസരിച്ച് ഒന്നിച്ച് തലശ്ശേരി അതിരൂപതയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം കൈയടിച്ച് ഷെയ്ഖാൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ് സ്വർഗത്തിൽ വെച്ച് കാണാം. തിങ്ക് വെൽ, ഫീൽ വെൽ, ഡു വെൽ. ഞാൻ അവസാനിപ്പിക്കുന്നു. ഹൗ ക്യാൻ ബിക്കം എ ഗുഡ് സമരിറ്റൻ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഓഫ് 21st century catechist. How can become a good Samaritan? ആയിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന ഇടവകയിൽ, ആയിരിക്കുന്ന സ്ഥലത്ത് നല്ലൊരു സമറിയക്കാരനാവാൻ പറ്റട്ടെ. അതിനുള്ള പരിശീലനമാവട്ടെ. അതിന് ടീം വർക്ക് ആവശ്യമാണ്. ബി പേഷ്യന്റ് വിത്ത് യുവർ ചിൽഡ്രൻ. തിരക്കുണ്ടാക്കരുത്, തിരക്കുണ്ടാക്കരുത്. കുഞ്ഞു പിള്ളേരുടെ വിശ്വാസത്തിൻ്റെ തറ പണിയുമ്പോൾ തിരക്കുണ്ടാക്കരുത്. ബി പേഷ്യന്റ്. Thank you. May God bless you. Wish you all the best. Let us meet again with a smile, because smiling can change the face of it. Thank you. May God bless you.